പുഴയിലെ ഉപ്പുവെള്ളം വീട്ടുപറമ്പുകളിൽ എത്തി കെട്ടിക്കിടക്കുന്നതിന്റെ ദുരിതം പേറുകയാണ് കാസർകോട്ടെ തീരദേശ ഗ്രാമങ്ങൾ. തേജസ്വിനി പുഴയോട് ചേർന്ന് കിടക്കുന്ന പുറത്തേക്കൈ പ്രദേശത്ത് മാത്രം 85ഓളം വീട്ടുപറമ്പുകളിലേക്കാണ് ഉപ്പുവെള്ളം എത്തിയിരിക്കുന്നത്. കൃഷിയും ആരോഗ്യവും ശുദ്ധജലവും താറുമാറായതോടെ പ്രദേശവാസികൾ ദുരിതത്തിലാണ്. ഇപ്പോഴും നമ്മൾക്ക് കിട്ടുന്നത് ഉപ്പുവെള്ളമാണ് കുടിക്കാൻ വേണ്ടി. ഇപ്പം വേലിയേറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ പ്രതിഭാസമായതുകൊണ്ട് പുറത്തേക്ക് പുഴ കവിഞ്ഞ് ഒഴുകുന്നതുകൊണ്ട് ഈ പൈപ്പിൽ കൂടി ഉപ്പുവെള്ളം കലർന്നു. അതിപ്പോൾ കിട്ടുന്ന മാലിന്യമായ വെള്ളമാണ് കുടിവെള്ളം. ഇപ്പോൾ ഈ ഉപ്പുവെള്ളം കയറിക്കൊണ്ട് വെള്ളം കെട്ടിക്കുന്നതുകൊണ്ട് കൊതുക് കൊണ്ട് കുട്ടികൾക്ക് ഈ ത്വക്ക് രോഗമുള്ളവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നുണ്ട്. ജോസഫ്, ദുരിതം പേറുകയാണ് കാസർകോട്ടെ തീരദേശ ഗ്രാമങ്ങൾ. പ്രധാനമായിട്ടും ഇവിടെ ആവശ്യം എന്താണ്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, നീലേശ്വരം നഗരസഭാ പരിധിയിലെ പുതുക്കൈ പ്രദേശത്താണ് ഇത്തരത്തിൽ ഉപ്പുവെള്ളം കയറി ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നത്. അതായത് ദിവസങ്ങളോളം ഈ ഉപ്പുവെള്ളം ഇറങ്ങാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഈ പ്രദേശത്തുള്ളത്. അസഹനീയമായ ദുർഗന്ധവും അതുപോലെ തന്നെ കൊതുകിന്റെ ശല്യവും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പ്രദേശത്ത് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള അസ്വസ്ഥത അനുഭവപ്പെടും. ചൊറിച്ചിലും അതുപോലെ തന്നെ ചൊറിച്ചിലടക്കമുള്ള കാര്യങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പ്രദേശത്തൂടെ സഞ്ചരിച്ചപ്പോൾ നിരവധിയായിട്ടുള്ള കൃഷിഭൂമിയുള്ള സ്ഥലം കൂടിയാണ്. തെങ്ങ് കൃഷി വ്യാപകമായിട്ടുള്ള ഈ സ്ഥലങ്ങളിൽ ഉപ്പുവെള്ളം ഇറങ്ങാത്തത് മൂലം തെങ്ങ് തന്നെ നശിക്കുന്ന സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന ഏക കുടിവെള്ള പദ്ധതിയും ഇതോടുകൂടി താറുമാറായിരിക്കുന്നതും കാണാൻ സാധിച്ചു. എന്തായാലും ഇത്തരത്തിൽ പുഴയിൽ നിന്ന് വെള്ളം കയറുന്നതിനെതിരെ തടയണ നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രദേശവാസികൾ സമരത്തിനൊരുങ്ങുകയാണ്. എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതായത് ഉപ്പുവെള്ളം കയറാത്ത രീതിയിൽ കൃത്യമായ ബണ്ടുകൾ നിർമ്മിച്ച് അതിനാവശ്യമായ പണം സ്വരൂപിക്കണം. അതിനനുസരിച്ച് ബന്ധപ്പെട്ട അധികാരികൾ നീങ്ങണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനിയും ഇത്തരത്തിൽ വൈകിയാൽ ഇനിയും ഇത്തരത്തിലുള്ള കർമ്മ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ സർക്കാരോ ബന്ധപ്പെട്ട അധികാരികളോ തയ്യാറായില്ലെങ്കിൽ വലിയ രീതിയിൽ ഇവിടെ നിന്ന് ആളുകൾ കുടിയിറക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ 40-ലധികം കുടുംബങ്ങൾ ഇവിടെ നിന്ന് താമസം മാറ്റിക്കഴിഞ്ഞു. മാത്രമല്ല, ഇവിടെ ഉള്ളതിലധികവും മത്സ്യത്തൊഴിലാളികളും കൃഷി ഉപജീവനമാക്കി ജീവിക്കുന്നവരുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാരുടെ പ്രശ്നത്തിൽ ഇടപെടണമെന്നുള്ളൊരു ആവശ്യമാണ് വ്യാപകമായി ഉയർന്നു വരുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ ചില പാലങ്ങളുടെ നിർമ്മാണവും ഈ ഉപ്പുവെള്ളം കയറുന്നതിന് കാരണമായി എന്നാണ് ഇവർ പറയുന്നത്. അനാവശ്യമായി ചില സ്ഥലങ്ങളിൽ ബണ്ട്, അതായത് പാലങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ബണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ബണ്ട് നിർമ്മിച്ചത് മൂലം തേജസ്വിനി പുഴയിൽ നിന്നുള്ള വെള്ളം അമിതമായി ഈ പ്രദേശത്തേക്ക് താഴ്ന്നു കിടന്ന് ഈ പ്രദേശത്തേക്ക് അമിതമായി എത്തി എന്നാണ് ഇവർ ആരോപിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ അനാവശ്യമായി നിർമ്മിച്ചിട്ടുള്ള ബണ്ടുകൾ പൊളിച്ചു മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു നടപടികൾ സ്വീകരിക്കണമെന്നും ഇവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നുണ്ട്. ആതിര, തീർച്ചയായിട്ടും ജോസഫ്, 85ഓളം വീട്ടുപറമ്പിലേക്കാണ് ഈ ഉപ്പുവെള്ളം എത്തിയിരിക്കുന്നത്. കൃഷിയും ആരോഗ്യവും ശുദ്ധജലവും ഒക്കെ താറുമാറായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പ്രദേശവാസികൾ ഉള്ളത്. അധികൃതർ എന്താണ് ഈ സംഭവത്തിൽ പറയുന്നത്? തടയണ നിർമ്മിച്ചാൽ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുമോ? ആതിര, നിലവിൽ പലയിടങ്ങളിലും തടയണ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അത് അശാസ്ത്രീയമാണ് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അതായത് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ദ്വീപ് സമൂഹം പോലെയാണ് ഈ പ്രദേശം കിടക്കുന്നത്. അതങ്ങനെ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ 1.5 മീറ്റർ പൊക്കത്തിൽ ഇത്തരത്തിൽ ബണ്ടുകൾ സ്ഥാപിക്കണമെന്നാണ് ഇവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഈ പ്രദേശത്ത് വലിയ രീതിയിൽ മണ്ണിട്ട് ഉയർത്തണമെന്നും ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഈ പ്രദേശം, ഈ പുഴ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ടൂറിസത്തിനടക്കം സാധ്യതയുള്ള പ്രദേശമാണ്. ഈ ഹൗസ് ബോട്ടുകളെല്ലാം തന്നെ ഇത്തരത്തിൽ പോകുന്നത് മൂലം ഇത്തരത്തിൽ ഓളം കരയിലേക്ക് അടിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് പഴയകാല ബണ്ടുകളുടെ നാശത്തിന് ഇടയാക്കുന്നുണ്ട് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. എന്തായാലും ഈ ടൂറിസ്റ്റ് ബോട്ടുകൾ, അതായത് ഹൗസ് ബോട്ടുകൾ ഇത്തരത്തിൽ നിയന്ത്രിക്കണമെന്ന ആവശ്യം കൂടി ഈ പ്രാദേശികമായിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങളും ഈ പ്രദേശത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് നമുക്കും കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും
അധികൃതർ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഫണ്ട് ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തങ്ങളുടെ കൈകളിൽ നിൽക്കില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും 200 കോടിയോളം രൂപ ചെലവ് വരുന്ന പദ്ധതിക്ക് ആദ്യഘട്ടത്തിൽ DPR തയ്യാറാക്കി നൽകിയെങ്കിലും അതുമായി മുന്നോട്ട് പോകാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടില്ല എന്നൊരു ആക്ഷേപം കൂടി ഈ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികളിൽ ഇതിന് ഫണ്ടുണ്ട്. കാരണം ഇത്തരത്തിൽ പുഴയോര സംരക്ഷണവും തീരദേശ സംരക്ഷണത്തിനും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒക്കെ ഫണ്ടുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ പ്രോജക്ട് റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ട് നേടിയെടുക്കുന്നതിൽ തടസ്സമുണ്ടാകില്ല എന്നാണ് അവർ ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ശുദ്ധജലം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഈ ഉപ്പുവെള്ളം കയറിയത് മൂലം അവിടെ ഉണ്ടായിരുന്ന ഒരു ജലസംഭരണി, അതായത് ഈ നാടിന് മൊത്തം വെള്ളമെടുക്കുന്ന ജലസംഭരണി മൊത്തം ഉപ്പുവെള്ളം കയറി നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രവുമല്ല, ഈ പൈപ്പ് ലൈനിൽ പലയിടത്തും തുളകൾ വീണിട്ടുള്ളതിനാൽ ഈ ഉപ്പുവെള്ളം കയറി ഈ ശുദ്ധജലത്തിലേക്ക് കലരുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. അടിയന്തരമായി ഈ പ്രദേശത്തേക്ക് ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ശുദ്ധജലം വരുന്നത്. അതും ഉപ്പുവെള്ളമാണോ എന്ന കാര്യത്തിൽ ഉപ്പുവെള്ളമാകുന്ന സാഹചര്യമാണോ ഉള്ളത്. അങ്ങനെ ഈ നീലേശ്വരം നഗരസഭ ഈ ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പ്രാരംഭഘട്ടത്തിൽ സ്വീകരിക്കണം. അതിനുശേഷം ഇത്തരത്തിൽ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഈ ബണ്ടുകൾ നിർമ്മിക്കണം. അതിനുശേഷം ഈ ടൂറിസ്റ്റ് വാഹനങ്ങൾ, അതായത് ടൂറിസ്റ്റ് ഹൗസ് ബോട്ടുകളെ നിയന്ത്രിക്കുന്നതിനും അവർ പുറന്തള്ളുന്ന മാലിന്യങ്ങൾക്കും കൃത്യമായ മാർഗരേഖ ഉണ്ടാക്കണമെന്നുള്ള ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ ബന്ധപ്പെട്ട ഫണ്ടുകൾ നേടിയെടുക്കുന്നതിൽ തടസ്സമില്ല എന്നാണ് നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നത്. ആദ്യ തീർച്ചയായിട്ടും ജോസഫ്, ഇത് കാലങ്ങളായി നേരിടുന്ന ഒരു പ്രശ്നമാണോ? ഇനി എന്താണ് പ്രദേശവാസികളുടെ ഒരു നീക്കം എന്ന് പറയുന്നത്? അധികൃതരുടെ ഭാഗത്തു നിന്നും അധികൃതർക്ക് പരാതികളൊക്കെ നൽകിയിട്ടുണ്ടല്ലോ. അതിന് തീർച്ചയായും നിരവധി കാലങ്ങളായി ഇവർ ഈ പ്രശ്നം നേരിടുന്ന ആളുകളാണ്. പക്ഷേ കഴിഞ്ഞ ഈ 2 മാസങ്ങളായിട്ടാണ് ഈ പ്രശ്നം അതിരൂക്ഷമായതെന്നാണ് പ്രായമായിട്ടുള്ള ആളുകൾ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത അത്രയും രീതിയിൽ ഉപ്പുവെള്ളം ഈ പ്രദേശത്തേക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് അശാസ്ത്രീയമായി മറ്റ് സ്ഥലങ്ങളിൽ നിർമ്മിച്ച പാലം പണിയുമായി ബന്ധപ്പെടുത്തിയുണ്ടായ ബണ്ട് നിർമ്മാണത്തിലെ അപാകത കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്തേക്ക് ഉപ്പുവെള്ളം എത്തിയതെന്നാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത്. മാത്രവുമല്ല, റെഗുലേറ്റർ കം ബ്രിഡ്ജ് പോലെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഉപ്പുവെള്ളം കയറുന്നത് പൂർണ്ണമായും ഇല്ലാതാക്കാം എന്നുകൂടി ഇവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ പദ്ധതി രേഖകൾ തയ്യാറാക്കി, അതായത് DPR തയ്യാറാക്കി ഈ പ്രദേശത്തെ ഘടന മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഉപ്പുവെള്ളം കയറുന്നതിൽ നിന്ന് ഈ പ്രദേശത്തെ വിമുക്തമാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാവുന്ന പോലെ ഇത് മത്സ്യബന്ധന മേഖല കൂടിയാണ്. മാത്രമല്ല, ഈ തെങ്ങ് കൃഷി വ്യാപകമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഇത്തരത്തിൽ ഈ വലിയ രീതിയിൽ ഉപ്പുവെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ തെങ്ങ് കൃഷിയൊക്കെ നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മരങ്ങളിൽ പലതും ഉണങ്ങിപ്പോയിരിക്കുന്നു. മാത്രമല്ല, ഈ പ്രദേശങ്ങളിലുള്ളവർ അധികം പേരും രോഗികളും സാധാരണക്കാരുമാണ്. നമ്മളത് നേരിട്ട് കണ്ടതുമാണ്. നിരവധി കുടുംബങ്ങളിൽ ഇത്രയും ക്യാൻസർ പേഷ്യൻസ് അടക്കം ഉള്ളൊരു സ്ഥലം കൂടിയാണ്. ഇവിടെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കൊതുക് ശല്യവും അലർജിയുടെ രോഗങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ 2 മാസമായിട്ടുണ്ട് ഉള്ളതെന്നാണ് ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ 40-ലധികം വീട്ടുകാർ ഇത്തരത്തിൽ ഉപ്പുവെള്ളം സഹിക്ക വയ്യാതെ ഈ പ്രദേശം വിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മറ്റ് മാർഗങ്ങളില്ലാത്ത ഗതികളില്ലാത്ത ആളുകൾ മാത്രമാണ് ഇപ്പോഴും ഇവിടെ തുടരുന്നത്. അങ്ങനെ ഇത്തരത്തിൽ ഇനിയും കർമ്മപദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ സർക്കാരോ ബന്ധപ്പെട്ട അധികാരികളോ തയ്യാറായില്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ ഭാവി തന്നെ ഇല്ലാണ്ടാകും. വലിയ രീതിയിലുള്ള കുടിയിറക്കലിന് ഈ പ്രദേശം നിർബന്ധിതമാകുമെന്നാണ് ഈ പ്രദേശവാസികൾ തന്നെ വ്യക്തമാക്കുന്നത്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് വൃത്തിയായ രീതിയിൽ ബണ്ട് കെട്ടി സംരക്ഷിച്ച് മണ്ണിട്ട് ഉയർത്തുകയാണെങ്കിൽ ടൂറിസത്തിനും അനന്ത സാധ്യതകളുള്ള ഒരു പ്രദേശമാണ്. അത്തരത്തിൽ ടൂറിസം സാധ്യതകൾ കൂടി കണക്കിലെടുത്ത് ആളുകളുടെ, സാധാരണക്കാരെ, തീരദേശവാസികളുടെ ആരോഗ്യം പരിഗണിച്ച് ഇത്തരത്തിൽ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഇവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. അതിന് ശരി ജോസഫ്, പുഴയിലെ ഉപ്പുവെള്ളം വീട്ടുപറമ്പുകളിലേക്ക് കെട്ടിക്കിടക്കുന്നതിന്റെ ദുരിതം പേറുകയാണ് കാസർകോട്ടെ തീരദേശ ഗ്രാമങ്ങൾ. തേജസ്വിനി പുഴയോട് ചേർന്ന് കിടക്കുന്ന പുറത്തേക്കായി പ്രദേശത്ത് മാത്രം 85ഓളം വീട്ടുപറമ്പുകളിലേക്കാണ് ഉപ്പുവെള്ളം എത്തിയിരിക്കുന്നത്. കൃഷിയും ആരോഗ്യവും ശുദ്ധജലവും താറുമാറായതോടെ പ്രദേശവാസികൾ ദുരിതത്തിലാണ്. ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണണം തന്നെയാണ്
പ്രദേശവാസികളുടെ ആവശ്യം. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു ജോസഫ് അഗസ്റ്റിൻ.